അപ്പോൾ എസ് ബി ഐയിൽ എന്തുകൊണ്ട് നിങ്ങൾ പണം നിക്ഷേപിച്ചു? നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. വിശ്വാസം എത്ര വിശ്വാസമാണെങ്കിലും നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ആ എസ് ബി ഐയുടെ നിക്ഷേപിച്ച പൈസ നേരെ എടുത്തിട്ട് FD എടുത്തിട്ട് എസ് ബി ഐയുടെ ഷെയർ വാങ്ങി നോക്കൂ. ഒരു വർഷം മുമ്പ് എസ് ബി ഐയുടെ പ്രൈസ് എന്താണെന്ന് നോക്കുക. ഏത് ബാങ്കാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടുമായിരുന്ന ഇൻട്രസ്റ്റിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പം അതേ വിശ്വാസം മതി. മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ആ ബാങ്കിൽ പൈസ കൊണ്ടിടാൻ ഒരു റെസീപ്റ്റിൻ്റെ കെയർ ഓഫിൽ പൈസ കൊണ്ടിടാനുള്ള അവർക്ക് 5 ലക്ഷം രൂപ ബാധ്യതയുള്ള സമയത്ത് നിങ്ങൾ 50 ലക്ഷം ഇടുകയാണ്. ആ വിശ്വാസം മതിയല്ലോ അവരുടെ ഷെയർ വാങ്ങി നോക്കാൻ. പോരെ? ബാങ്കുകൾ അറിയണ്ട. അല്ല, ഇത് ഓപ്പണായിട്ട് ഇത് നമ്മൾ അങ്ങനെ അവർക്കും നന്നായിരിക്കും. അവർ സ്വന്തം വർക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ ഷെയർസ് കയ്യിലുള്ളാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കാം. സോ ദേ മസ്റ്റ് ബൈ. FD അല്ല ഇടേണ്ടത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഷെയർ മേടിച്ചോ. സ്വർണം മേടിക്കുന്നതിന് പകരം നിങ്ങൾ മലബാർ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ മീൻസ് ലൈക്ക് മലബാർ ഗോൾഡിൻ്റെ IPO വരാൻ പോകുന്നു. ഇപ്പോൾ കല്യാണിൻ്റെ ഷെയർ മേടിച്ചോ. അപ്പോൾ അതും അല്ലെങ്കിൽ ETF മേടിച്ചു. ഇങ്ങനെ ആ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ പിന്നെ ഓർണമെൻറ്റ്സ് മേടിച്ചതിന് ശേഷം പണിക്കൂലി കൊടുക്കണം. എന്നിട്ട് പണിക്കൂറും മീൻസ് ലൈക്ക് നിക്ഷേപമായിട്ടല്ല. നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് മേടിക്കുക. ആ മേഖല അങ്ങനെ തന്നെ അത് അതിനായിട്ടുള്ളതാണ്. പക്ഷെ നിക്ഷേപം എന്നുള്ള തരത്തിൽ വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അതല്ല അതിൻ്റെ വെന്യൂ. അതിന് വേറെ വെന്യൂസ് ഉണ്ട്. ലൈക്ക് പിന്നെ ഗോൾഡ് ബോണ്ട്സ് ഉണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. അപ്പോൾ RBI 1 ഗ്രാം മുതൽ 4 കിലോ വരെ ഇൻഡിവിജ്വൽസിന് വാങ്ങി വെക്കാം. അപ്പോൾ അത് വാങ്ങി വെക്കുമ്പോൾ അതിന് 2% ഇൻട്രസ്റ്റും ഉണ്ട്. പ്ലസ് ഈ അപ്രീസിയേഷനും കിട്ടുന്നു. 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഈ ടാക്സും ഇല്ല. ഏത് ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ 8 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി. RBIയുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിനാണ് നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നത്. സോ അത് നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും വേണം. ഷെയർ മാർക്കറ്റിൽ മാത്രം ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്.